ഹായ്, എൻ്റെ പേര് അഖില. നിത്യഹരിത നായകൻ എന്ന് പറയുന്ന AR ബിൻരാജ് സാറിൻ്റെ പടത്തിൽ ഹരിത എന്ന് പറയുന്ന റോൾ ചെയ്യുന്നുണ്ട്. എൻ്റെ റോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമയിൽ സജി എന്ന ക്യാരക്ടറിൻ്റെ 4 കാലഘട്ടങ്ങളെയാണ് കാണിക്കുന്നത്. സോ കല്യാണം കഴിഞ്ഞ് വരുന്ന വൈഫിനോട് പറയുന്ന കുറച്ച് സ്റ്റോറീസും കാര്യങ്ങളൊക്കെയാണ്. നിത്യഹരിത നായകൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ ഓഡീഷൻസ് ഒരുപാട് കൊടുക്കുമായിരുന്നു. ഒരു ഓൾമോസ്റ്റ് 15-20 ഓഡീഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഓൾ ഓഫ് എ സഡൻ എനിക്കൊരു കോൾ വന്നു. ബിനുരാജാണ് ഇങ്ങനെ ഒരു പടം എടുക്കുന്നുണ്ട്, കാണണം എന്ന് പറഞ്ഞു. അപ്പം വന്നു, കണ്ടു കഴിഞ്ഞിട്ടും ഡിസിഷൻ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സെറ്റിലെത്തുമ്പോഴാണ് അറിയുന്നത് ഓക്കെ ഞാൻ ഹരിത എന്ന് പറയുന്ന ടൈറ്റിൽ റോളാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞു. പിന്നെ അവിടുന്ന് ആ ഒരു സെറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം മിൻസാർ എല്ലാ കാര്യങ്ങളും ഇറ്റ് വാസ് ലൈക്ക് ഇൻഫ്ലോ ആയിരുന്നു. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഫസ്റ്റ് ഒരു ന്യൂ ഫേസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഭയങ്കര കമ്പനിയായിരുന്നു. വിഷ്ണുവേട്ടനും ഭയങ്കര കമ്പനിയായിരുന്നു, ധർമ്മേട്ടൻ ഭയങ്കര കമ്പനിയായിരുന്നു, ധർമ്മേട്ടൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. സോ അതൊരു ഫാമിലി പോലെ തന്നെയായിരുന്നു. 12 ദിവസം കണ്ടിന്യൂസ്ലി ഉള്ള ഷൂട്ട്. ആൻഡ് എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് വെരി നൈസ്. അപ്പോൾ നിത്യഹരിത നായകൻ November 16th റിലീസാണ്. എല്ലാവരും പോയി കാണണം. എല്ലാവരുടെ ബ്ലെസ്സിങ്സും സപ്പോർട്ടും എന്തായാലും വേണം. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇപ്പോൾ മലയാളത്തിൽ ഇതെൻ്റെ ഫസ്റ്റ് മൂവിയാണ് അഭിനയിക്കുന്നത്. നിത്യഹരിത നായകൻ ഡയറക്ടർ ബിനുരാജ് സർ ഒരു ഡബ് സ്മാഷ് വീഡിയോ കണ്ടിട്ടാണ് എന്നെ സെലക്ട് ചെയ്തത്. ആൻഡ് ഓഡിഷൻസ് ഒന്നും ഇല്ലായിരുന്നു. വീട്ടിൽ വന്നു, ജയൻ സർ ഇതിന്റെ റൈറ്റർ എനിക്ക് സ്ക്രിപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ആൻഡ് എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. 4 ഹീറോയിൻസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആൻഡ് എൻ്റെ ക്യാരക്ടറിന്റെ പേര് ട്രീസ. ദാറ്റ് ഈസ് റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് നമുക്ക് റിലേറ്റ് ചെയ്തിട്ട് അഭിനയത്തിന് അത് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഇതിൽ എനിക്ക് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഒട്ടുമില്ല. ഈ പർട്ടിക്കുലർ ക്യാരക്ടർ, ആ കുട്ടിയുടെ മാനറിസംസ് ഓർ ദ വേ ഷി ബിഹേവ്സ് ഒന്നും എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. ആൻഡ് ബിനു സാറാണ് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന് ലൈക്ക് എന്താ വേണ്ടതെന്ന് പഠിപ്പിച്ചു തന്നതും. ആൻഡ് വിഷ്ണു ഓൺ സ്പോട്ട് ഹി വാസ് വെരി സ്വീറ്റ്. ഭയങ്കര ഒരു സപ്പോർട്ടീവ് ആയിരുന്നു. ആൻഡ് സീരിയസ് ആയിട്ടുള്ള സീൻസ് എടുക്കുമ്പോൾ പോലും തമാശ പറഞ്ഞ് ദി എൻറ്റയർ ടീം ഇസ് ലൈക്ക് ദാറ്റ്. ബിനു ചേട്ടനായാലും ശരി, ധർമ്മജൻ സർ ആയാലും ശരി, ആൻഡ് വിഷ്ണു ആയാലും ശരി, ദർ ഓൾ ഫണി, ഈക്വലി ഫണി. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് സിനിമ നല്ലോണം വന്നിട്ടുണ്ട്. വി ഓൾ പ്രേ ആൻഡ് ബിലീവ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി എ ഹിറ്റ്. സോ എല്ലാവരും തിയേറ്റേഴ്സിൽ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഹായ്, എൻ്റെ പേര് ജയശ്രീ ശിവദാസ്. നിങ്ങൾ എന്താ പറയുക, ആക്ഷൻ ഹീറോ ബിജു, ഭ്രമരം അതിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു ഹീറോയിൻ എന്നുള്ള രീതിയിൽ ഒരു സ്റ്റാർട്ടിംഗ് ആണ് നിത്യഹരിത നായകനിലൂടെ. അതിൽ വിഷ്ണു ചേട്ടൻ്റെ പേരായിട്ട് വിഷ്ണു ചേട്ടൻ ഒരു മൂവിയിൽ ഹീറോയിൻ, അത് 4 ഹീറോയിൻസിൽ ഒരാളാണ്. ഒരു കാലഘട്ടത്തിലെ പേര് AR ബിൻരാജ് ബിൻസാറാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഇതിലേക്ക് വന്നൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ കോളേജിൽ പോകുന്ന ടൈമിൽ ഞാൻ ഡിഗ്രി 3rd ഇയർ കഴിഞ്ഞു, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം 3rd ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം മോർണിംഗ് ആണ് എന്നെ ഇത് കാണണം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. കോളേജിൽ വെച്ചിട്ടാണ് സാറിനെ മീറ്റ് ചെയ്തത്. അതിനുശേഷം സാർ ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഈ ക്യാരക്ടർ നിത്യ എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്, നിത്യയിലേക്ക് എത്തുന്നത്. ഒരു ഫൺ ആയിരുന്നു. അറിയാലോ, ധർമ്മേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ധർമ്മേട്ടനും അതുപോലെ തന്നെ വിഷ്ണുവേട്ടനും ബിൻസാറും എല്ലാവരും ഒരു എന്താ പറയുക കോമഡി കൗണ്ടർ അടിക്കാനും കളിയാക്കാനും ഒക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് സെറ്റ് നല്ലൊരു എൻജോയ്മെൻറ്റ് മൂഡായിരുന്നു. എന്താ പറയുക, കുറച്ച് ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഉള്ളത് അടിപൊളിയായിട്ട് ചെയ്തു. പിന്നെ പടം റിലീസ് November 16th. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്റർടൈനർ ആയിരിക്കും മൂവി. എനിക്കിതിലൊരു സോങ് ഉണ്ട്, നീലരാവിലായി വിരിഞ്ഞ പൂവി എന്ന് പറഞ്ഞിട്ട്. MG സാറും സുജാത മാം പാടിയ, രഞ്ജൻ ചേട്ടൻ കമ്പോസ് ചെയ്ത മൂവി. ഒരു നൊസ്റ്റാൾജിക് ആയിട്ടൊരു നല്ലൊരു ഫീല് തരുന്ന ഒരു സോങ് ആണ്. അങ്ങനെ ഒരു നല്ലൊരു സോങ്ങിന്റെ ഭാഗമാവാൻ സാധിച്ചു നിത്യഹരിത നായകനിലൂടെ. ഒരുപാട് സന്തോഷം. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും November 16th റിലീസാവുമ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് പറയും. താങ്ക് യു.
Wave Mile.